കേരള രാഷ്ട്രീയത്തെ ആകെ ഉലച്ച CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസിൽ നിർണായക നീക്കങ്ങളുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുന്നോട്ടു പോവുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണയെ ഇഡി രണ്ടാം വട്ടവും ചോദ്യം ചെയ്ത് വിട്ടയച്ച വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കൊച്ചിയിലെ ഇഡി ഓഫീസിൽ വെച്ച് 9 മണിക്കൂറിലധികം നീണ്ടുനിന്ന കടുത്ത ചോദ്യം ചെയ്യലിനു ശേഷമാണ് വീണ പുറത്തിറങ്ങിയത്. കേസുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ വീണയെ വീണ്ടും നോട്ടീസ് നൽകി വിളിപ്പിച്ചേക്കുമെന്നാണ് ഇഡി വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചനകൾ. കേസിൽ തുടരന്വേഷണം നടത്താമെന്ന ഹൈക്കോടതിയുടെ സുപ്രധാന ഉത്തരവിന് പിന്നാലെയാണ് വീണ ഉൾപ്പെടെയുള്ള 8 പ്രതികൾക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഇഡി കർശന നിർദ്ദേശം നൽകി നോട്ടീസ് അയച്ചത്. വരാനിരിക്കുന്ന തിങ്കളാഴ്ചയ്ക്കുള്ളിൽ, അതായത് ജൂൺ 29-നകം ഹാജരാകാമെന്നാണ് വീണ ആദ്യം ഇഡിയെ അറിയിച്ചിരുന്നതെങ്കിലും അന്വേഷണ ഏജൻസിയുടെ കർശന നിർദ്ദേശത്തെ തുടർന്ന് മുൻകൂട്ടി നിശ്ചയിച്ച തീയതിക്ക് മുൻപേ തന്നെ ഇവർ ഇഡിക്ക് മുന്നിൽ ഹാജരാകേണ്ടി വരികയായിരുന്നു. രാവിലെ 9:30 തന്നെ കനത്ത സുരക്ഷയിലും രാഷ്ട്രീയ വൃത്തങ്ങളുടെ ആകാംക്ഷകൾക്ക് നടുവിലും വീണ കൊച്ചിയിലെ ഇഡി ഓഫീസിലെത്തി. തുടർന്ന് 10:30 ഉദ്യോഗസ്ഥർ അവരുടെ വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് കടന്നത്. ഈ കേസിൽ വീണ ഉൾപ്പെടെ 7 പേരെയാണ് ഇഡി ഇതുവരെ ചോദ്യം ചെയ്തിട്ടുള്ളത്. നേരത്തെ കേസിൽ സീരീസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ അഥവാ SFIO തയ്യാറാക്കിയ കുറ്റപത്രത്തിലെ 134 നിർണായക രേഖകൾ ഇഡിക്ക് ലഭിച്ചിരുന്നു. കൊച്ചിയിലെ കമ്പനിക്കാരി കോടതിയിൽ ഇഡി നൽകിയ പ്രത്യേക അപേക്ഷയെ തുടർന്നാണ് അന്വേഷണത്തിൽ വഴിത്തിരിവാകാൻ പോകുന്ന ഈ രേഖകൾ ഇഡിക്ക് കൈമാറിയത്. ഇതിനെതിരെ CMRL കോടതിയിൽ ശക്തമായ തടസ്സവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നെങ്കിലും കോടതി ഇത് പൂർണ്ണമായും തള്ളിക്കളയുകയായിരുന്നു. കോടതിയുടെ ഈ അനുകൂല നിലപാടിന് പിന്നാലെ ലഭിച്ച അതീവ രഹസ്യ സ്വഭാവമുള്ള രേഖകളുടെ അടിസ്ഥാനത്തിലാണ് വീണയ്ക്ക് നേരെയുള്ള ഇഡിയുടെ രണ്ടാം ഘട്ട ചോദ്യം ചെയ്യൽ അതിശക്തമായി പുരോഗമിച്ചത്. CMRL എന്ന സ്വകാര്യ കരിമണൽ കമ്പനിയും ടി വീണയുടെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന ബംഗളൂരു ആസ്ഥാനമായുള്ള IT കമ്പനിയും തമ്മിൽ നടത്തിയ കോടികളുടെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടതാണ് ഈ വിവാദ കേസ്. എക്സാലോജിക് കമ്പനി CMRL നൽകിയ IT സേവനങ്ങൾക്കുള്ള കൃത്യമായ പ്രതിഫലമെന്ന നിലയിൽ 2017 മുതൽ 2020 വരെയുള്ള കാലയളവിൽ CMRL 1.72 കോടി രൂപ പ്രതിഫലമായി നൽകിയെന്നാണ് ഇവർ വാദിക്കുന്നത്. എന്നാൽ CMRL എന്ന കമ്പനിക്ക് അത്തരം IT സേവനങ്ങളൊന്നും തന്നെ എക്സാലോജിക് സൊല്യൂഷൻസിൽ നിന്നും ലഭിച്ചിട്ടില്ലെന്നുള്ള ആദായ നികുതി തർക്ക പരിഹാര ബോർഡിന്റെ കണ്ടെത്തലാണ് ഈ വലിയ അന്വേഷണങ്ങൾക്ക് പ്രധാന ആധാരമായി മാറിയത്. തുടർന്ന് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള സീരീസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഈ സാമ്പത്തിക ഇടപാടുകളിൽ പ്രാഥമിക അന്വേഷണം ആരംഭിക്കുകയും ക്രമക്കേടുകൾ കണ്ടെത്തുകയുമായിരുന്നു. ഇതിനു പിന്നാലെയാണ് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം, അതായത് PMLA വകുപ്പുകൾ ചുമത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കേസ് രജിസ്റ്റർ ചെയ്ത് രംഗത്തെത്തിയത്. യാതൊരുവിധ സേവനവും നൽകാതെ മാസപ്പടിയായി കൈപ്പറ്റിയ വലിയ തുക അനധികൃത സാമ്പത്തിക ഇടപാടാണോ എന്നും ഇതിന് പിന്നിൽ വ്യവസ്ഥാപിതമായ രീതിയിൽ കള്ളപ്പണ വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടോ എന്നുമാണ് കേന്ദ്ര ഏജൻസികൾ ഇപ്പോൾ പ്രധാനമായും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതികളെ ചോദ്യം ചെയ്യുന്നതോടെ കേസിലെ മറ്റുന്നതരിലേക്ക് അന്വേഷണം നീളുമെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത്.